നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. ടിബറ്റൻ അതിർത്തിയിലുള്ള ഭോട്ടെക്കോഷി നദിയിലുണ്ടായ മിന്നൽ പ്രളയം നേപ്പാളിലെ വിവിധ ഗ്രാമങ്ങളിൽ വൻ നാശനഷ്ടമാണ് വിതച്ചത്. ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ അനുസരിച്ച് 170 പേർ ദുരിതത്തിൽ മരിച്ചതായാണ് വിവരം. 750ഓളം പേരെ കാണാതായിട്ടുണ്ട്. കാണാതായവരിൽ കൈലാസ മാനസരോവർ യാത്രയ്ക്കെത്തിയ 133 ഇന്ത്യൻ തീർത്ഥാടകരും ഉൾപ്പെടുന്നുവെന്നത് ആശങ്ക ഇരട്ടിയാക്കുന്നു. പ്രാദേശിക സമയം രാവിലെ 8:37 ടിബറ്റ് മേഖലയിലുണ്ടായ ഭൂകമ്പമാണ് പ്രളയത്തിന് കാരണമായതെന്ന് സംശയിക്കുന്നതായി നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ ജനപ്രതിനിധി സഭയെ അറിയിച്ചു. ഭൂചലനത്തിന് വെറും 3 മിനിറ്റുകൾക്ക് ശേഷമാണ് പ്രളയമുണ്ടായത്. ഇതിനാൽ ഇതൊരു ഹിമപാതം മൂലമാകാം ദുരന്തമുണ്ടായതെന്ന നിഗമനത്തിലാണ് അധികൃതർ. ആകാശത്ത് കരിമേഘങ്ങളോ താഴ്വരയിൽ പേമാരിയോ ഇല്ലാതെ മലനിരകളിൽ നിന്ന് ഇരച്ചെത്തിയ ഈ കൂറ്റൻ മലവെള്ളപ്പാച്ചിലിന് പിന്നിൽ ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേസ്റ്റ് ഫ്ലഡ് അഥവാ ഹിമതടാക വിസ്ഫോടനമാണെന്ന് കാലാവസ്ഥാ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഹിമപാതത്തിന് കാരണം നേപ്പാൾ ടിബറ്റ് ഹിമാലയൻ മേഖലയിൽ ചൈന അവരുടെ പ്രദേശത്ത് നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. നേപ്പാൾ കറസ്പോണ്ടൻസ് എക്സിലെ ഒരു പോസ്റ്റിലാണ് ഈ അവകാശവാദം ഉന്നയിച്ചിട്ടുള്ളത്. നേപ്പാളിലെ വിനാശകരമായ വെള്ളപ്പൊക്കത്തോടുള്ള മാനുഷിക പ്രതികരണം ഭാരതം ശക്തമാക്കി. അയൽരാജ്യത്തിന്റെ രക്ഷാപ്രവർത്തനങ്ങൾക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും പിന്തുണ നൽകുന്നതിനായി അവശ്യ മരുന്നുകളോടൊപ്പം 10 ടൺ മാനുഷിക സഹായം, ദുരന്ത നിവാരണ സാധനങ്ങളും HADR അയച്ചു. ഭോട്ടെക്കോഷി നദിയിലുണ്ടായ വെള്ളപ്പൊക്കത്തിന്റെ ദുരിതത്തിൽ ഭാരതം നേപ്പാളിനും അവിടുത്തെ ജനങ്ങൾക്കുമൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളീയർക്ക് അടിയന്തര സഹായവും സേവനങ്ങളും വിവരങ്ങളും ലഭ്യമാക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശാനുസരണം നോർക്ക ഹെൽപ്പ് ഡെസ്ക് തുടങ്ങിയതായി നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ രാജേഷ് മാധവൻ അറിയിച്ചു. ഈ സേവനം ഉപയോഗപ്പെടുത്തുന്നതിന് നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്ററിന്റെ 1800-52-53939 8802-01-2345 വിദേശത്തു നിന്നുള്ള മിസ് കോൾ എന്നീ നമ്പറുകളുമായി ബന്ധപ്പെടാം. മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും മുതിർന്ന IAS ഉദ്യോഗസ്ഥനുമായ PH കുര്യൻ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. കോട്ടയം പാമ്പാടി സ്വദേശിയാണ്. കേരള സർവകലാശാലയിൽ നിന്ന് കെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ IISc ഗവേഷണം നടത്തി വരുമ്പോഴാണ് ഇദ്ദേഹത്തിന് IAS ലഭിക്കുന്നത്. തുടക്കത്തിൽ ഒഡീഷ കേഡറിലായിരുന്നു അദ്ദേഹം. 1993 കേരള കേഡറിലേക്ക് മാറിയെത്തിയത്. കേരളത്തിൽ കോട്ടയം, ഇടുക്കി ജില്ലകളിൽ കളക്ടറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. സെക്രട്ടറി പദവിയിലെത്തിയ ശേഷം റവന്യൂ, വ്യവസായം, IT, മരാമത്ത്, തുറമുഖം തുടങ്ങി നിരവധി സുപ്രധാന വകുപ്പുകളുടെ ചുമതലകൾ അദ്ദേഹം വഹിച്ചു. കേന്ദ്ര വ്യാവസായിക വകുപ്പിൽ കൺട്രോളർ ജനറൽ ഓഫ് പേറ്റന്റ്സായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2018 പ്രളയത്തിൽ കേരളത്തിന്റെ റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയും സംസ്ഥാന റിലീഫ് കമ്മീഷണറുമായിരുന്നു PH കുര്യൻ. ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ്, കോസ്റ്റ് ഗാർഡ്, NDRF എന്നീ കേന്ദ്ര ഏജൻസികളെയും സംസ്ഥാന പോലീസ്, എയർഫോഴ്സ് സംവിധാനങ്ങളെയും ഒരൊറ്റ ശൃംഖലയിൽ കൊണ്ടുവന്ന് രക്ഷാപ്രവർത്തനം നിയന്ത്രിച്ചത് അദ്ദേഹത്തിന്റെ ഭരണപരമായ മികവിന് ഉദാഹരണമാണ്. പ്രളയത്തിൽ ഔദ്യോഗിക രക്ഷാസേനകൾക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഉൾപ്രദേശങ്ങളിലേക്ക് ബോട്ടുമായി ഇറങ്ങാൻ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളോട് ഔദ്യോഗികമായി അഭ്യർത്ഥിച്ച PH കുര്യൻ അവരുടെ സേവനം ഫലപ്രദമായി ഉപയോഗിക്കുകയും ചെയ്തു. മത്സ്യത്തൊഴിലാളികളെ കേരളത്തിന്റെ സ്വന്തം സൈന്യമെന്ന് വിശേഷിപ്പിച്ചതും അദ്ദേഹമായിരുന്നു. മലപ്പുറം ജില്ലയിലെ വെട്ടത്തൂരിൽ വൈദ്യുതാഘാതമേറ്റ് 2 സഹോദരങ്ങൾ മരിച്ചു. വെട്ടത്തൂർ എഴുതല സ്വദേശികളായ പട്ടിക്കുത്തൻ ഹംസയുടെ മക്കളായ ഫാസിൽ 30 വയസ്സും സാഹിർ 36 വയസ്സ് എന്നിവരാണ് മരിച്ചത്. കീഴാറ്റൂർ നിരന്നപറമ്പിൽ പ്രവർത്തിക്കുന്ന കോഴിഫാമിൽ വെച്ചാണ് അപകടമുണ്ടായത്. ബുധനാഴ്ച രാവിലെ 11 മണിയോടെയാണ് അപകടം സംഭവിച്ചത്. കോഴിഫാമിലേക്ക് തീറ്റ ഇറക്കുന്നതിനിടെ വൈദ്യുതാഘാതം ഏൽക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഇരുവരും മരിച്ചു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഭർത്തൃമതിയായ യുവതിയെ 4 ദിവസമായി കാണാനില്ലെന്ന പരാതി. കോഴിക്കോട് താമരശ്ശേരി കൈതപ്പൊയിൽ തെക്കേപ്പറമ്പിൽ റഷീദിന്റെ ഭാര്യ ജസീനയാണ് കാണാതായത്. ഇവർക്ക് 30 വയസ്സാണ്. കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ 6 മണിയോടെ കൈതപ്പായയിലെ വീട്ടിൽ നിന്നും താലൂക്ക് ആശുപത്രിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങിയതിനു ശേഷം ഇവർ തിരിച്ചെത്തിയില്ലെന്ന് പോലീസ് നൽകിയ പരാതിയിൽ പറയുന്നു. അവസാനമായി കാണിച്ച മൊബൈൽ ഫോൺ ലൊക്കേഷൻ പേരാമ്പ്രയാണ്. മൂന്നാറിൽ കോൺഗ്രസ് യുവ നേതാവ് കൈത്തോക്കുമായി INTUC ഓഫീസിലെത്തി മുതിർന്ന നേതാവിനെ കൊലവിളി നടത്തിയെന്ന് ആരോപണം. മൂന്നാർ GS റോഡിലുള്ള INTUC ഓഫീസിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവമെന്നാണ് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്.
കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോട്ടൻ മേഖലയിൽ നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ട ഒരാളാണ് യുവ നേതാവ് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. നേരത്തെ എസ്റ്റേറ്റ് തൊഴിലാളികളുടെ വരിസംഖ്യ പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ട് മുതിർന്ന നേതാക്കൾ തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും ഒരാൾ കല്ലുമായി ജില്ലാ നേതാവിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിൽ കോൺഗ്രസ് യുവ നേതാവ് തോട്ടം മേഖലയിൽ നിന്നുള്ള പഞ്ചായത്ത് അംഗത്തിനൊപ്പം മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവരെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. ഇതിനെ തുടർന്ന് മുതിർന്ന MLA ആയ നേതാവ് INTUC ഓഫീസിൽ നിന്ന് യുവ നേതാവിനെ ഇറക്കിവിട്ടിരുന്നു. പത്തനംതിട്ട അമ്പാൻ ജംഗ്ഷനിൽ നിയന്ത്രണം വിട്ട കാർ ഇടിച്ചൊരു മരണം. കാൽനട യാത്രക്കാരനായ കുലശേഖരപതി സ്വദേശി റിട്ടയർഡ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ അബു ആണ് മരിച്ചത്. നിയന്ത്രണം വിട്ട കാർ കാൽനട യാത്രക്കാരെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നു എന്നാണ് വിവരം. ട്രെയിൻ യാത്രയ്ക്കിടയിൽ യുവതിയെ കയറി പിടിച്ച് ശുചിമുറിയിലേക്ക് വലിച്ചിട്ട് പീഡിപ്പിക്കാൻ ശ്രമം. സംഭവത്തിൽ അസം സ്വദേശി റോയൽ രാജുവിനെ RPF പിടികൂടി. കോയമ്പത്തൂർ മംഗലാപുരം ട്രെയിനിൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് ഷൊർണൂർ വിട്ടപ്പോഴായിരുന്നു സംഭവം. ശുചിമുറിയിലേക്ക് വലിച്ചിഴയ്ക്കുന്നതിനിടയിൽ യുവതി കുതറിമാറി രക്ഷപ്പെട്ടു. സഹയാത്രികർ റെയിൽവേ അലേർട്ടിൽ വിളിച്ചറിയിച്ചു. തിരൂരിൽ വെച്ച് RPF ഉദ്യോഗസ്ഥൻ പ്രതിയെ പിടികൂടി. ഇതിനിടെ പ്രതി RPF ഉദ്യോഗസ്ഥനായ ASI ശശിയെ തലക്കടിച്ചു വീഴ്ത്തി. RPF ഉദ്യോഗസ്ഥൻ കാസർഗോഡ് ചെറുവത്തൂർ സ്വദേശിയായ ശശിയെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ശശിക്ക് മികച്ച സേവനത്തിനുള്ള 2026 റെയിൽ സേവാ പുരസ്കാരം ലഭിച്ചിരുന്നു. കണ്ണൂരിൽ റോബോട്ടിൽ ഒളിപ്പിച്ച് മയക്കുമരുന്ന് കടത്താൻ ശ്രമം. അതിവിദഗ്ധമായ നീക്കത്തിലൂടെ പ്രതിയെ കണ്ണൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തു. പിണറായി പുത്തൻകണ്ടം സ്വദേശി A ഫൈസലാണ് അറസ്റ്റിലായത്. 20.5 ഗ്രാം MDMA ആണ് ഫൈസലിൽ നിന്ന് കണ്ണൂർ പോലീസ് പിടികൂടിയത്. വീട്ടിൽ കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഐഫോൺ കവർന്ന കേസിൽ 3 പേർ പിടിയിൽ. ലിബിൻ, അക്ഷയ്, ആശിഷ് എന്നിവരാണ് പിടിയിലായത്. തിരുവനന്തപുരം വലിയതറയിലാണ് സംഭവം. ശ്രീഹരി എന്ന വ്യക്തിയുടെ വീട്ടിലാണ് ചൊവ്വാഴ്ച രാത്രിയോടെ കവർച്ച നടന്നത്. പണം കടം നൽകാത്തതിലുള്ള വിരോധമാണ് കവർച്ചയ്ക്ക് കാരണമെന്നാണ് സൂചന. ലിബിൻ പോക്സോ കേസ് ഉൾപ്പെടെ 5 കേസുകളിൽ പ്രതിയാണ്. മറ്റൊരു പ്രതി ആശിഷ് 10ഓളം കേസുകളിലും പ്രതിയാണ്. മെഡിക്കൽ കോളേജിൽ നിന്ന് മൊബൈൽ ഫോൺ തട്ടിയ കേസിലും ആശിഷ് പ്രതിയാണെന്ന് പോലീസ് സൂചിപ്പിച്ചു. IITയിൽ നിന്ന് ബിരുദം നേടിയ പെൺകുട്ടി രാഹുൽ ഗാന്ധിക്കെതിരെ വെബ്സൈറ്റ് നിർമ്മിച്ച് ആഞ്ഞടിക്കാൻ രംഗത്ത്. വിദ്യാർത്ഥികളുടെ ശബ്ദം എന്ന പേരിൽ രാഹുൽ ഗാന്ധി ആരംഭിച്ച ഛത്രോങ്കി ഗുഞ്ചനെ പരിഹസിച്ച് ജൂട്ട് കി ഗുഞ്ച് നുണകളുടെ മുഴക്കം https://JHOOTHIKIGOONJ.com എന്ന പേരിൽ രാഹുൽ ഗാന്ധിയുടെ കള്ളക്കഥകൾ പൊളിക്കാൻ ഈ പെൺകുട്ടി ഒരു വെബ്സൈറ്റ് തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിൽ ഛത്രോങ്കി ഗുഞ്ച് എന്ന പേരിൽ രാഹുൽ ഗാന്ധി വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന പരിപാടികളിൽ രാഹുൽ ഗാന്ധി മുഴക്കിയ 40 പ്രസ്താവനകളിൽ 29 നുണകളാണെങ്കിൽ 11 വഴിതെറ്റിക്കുന്ന പ്രസ്താവനകളാണെന്നും പെൺകുട്ടി കൃത്യമായി കണ്ടെത്തിയിരിക്കുന്നു. ഇതേക്കുറിച്ച് വിശദമായ വിവരങ്ങൾ വെബ്സൈറ്റിലുണ്ട്. നേപ്പാളിൽ മിന്നൽ പ്രളയത്തെ തുടർന്ന് ഇന്ത്യ നേപ്പാൾ അതിർത്തി പ്രദേശങ്ങളിൽ ഇന്ത്യ സുരക്ഷാ മുൻകരുതലുകൾ ശക്തമാക്കി. പ്രളയജലം താഴേക്കൊഴുകിയെത്തുന്നത് അതിർത്തി പങ്കിടുന്ന 2 പ്രധാന സംസ്ഥാനങ്ങളായ ബീഹാറിനെയും ഉത്തർപ്രദേശിനെയും കാര്യമായി ബാധിക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്നതിനാൽ ഇരു സംസ്ഥാനങ്ങളുടെയും നദീതട പ്രദേശങ്ങൾ ഉദ്യോഗസ്ഥർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി ഓൺലൈൻ ചെസ് ടൂർണമെന്റിൽ കളിക്കാനിറങ്ങിയ ഡൽഹി സ്വദേശിയായ 15-കാരൻ വന്ദൻ ആലങ്കർ സവായ് പരാജയപ്പെടുത്തിയത് ലോക 1-ാം നമ്പർ താരം മാഗ്നസ് കാൾസനെ. chess.comന്റെ ടൈറ്റിൽഡ് ട്യൂൺസ്ഡേ ബ്ലിറ്റ്സ് ടൂർണമെന്റിന്റെ വെറും 50 നീക്കങ്ങളിലായിരുന്നു വന്ദന്റെ ഈ ചരിത്ര വിജയം. ഇത്രയും വലിയ നേട്ടം കൈവരിച്ചിട്ടും ആഘോഷങ്ങളൊന്നുമില്ലാതെ ശാന്തനായിരുന്ന വന്ദൻ സ്വന്തം മാതാപിതാക്കളോട് പോലും ഈ വിവരം പറഞ്ഞിരുന്നില്ല. പിന്നീട് .comൽ ലോഗിൻ ചെയ്തപ്പോഴാണ് പിതാവ് അലങ്കർ സവായ് മകന്റെ വിജയത്തെക്കുറിച്ച് അറിയുന്നത്. 2288 ഫിഡെ ക്ലാസിക്കൽ റേറ്റിംഗ് ഉള്ള കാൻഡിഡേറ്റ് മാസ്റ്ററായ വന്ദൻ 2823 റേറ്റിംഗ് ഉള്ള ലോകതാരം മാഗ്നസ് കാൾസനെ വെറും 50 നീക്കങ്ങളിലാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. മനുഷ്യജീവിതവും സ്വാതന്ത്ര്യവും സംരക്ഷിക്കുന്നതിലും അമേരിക്കയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും നടത്തിയ മികച്ച വ്യക്തിഗത നേട്ടങ്ങൾക്ക് ഉക്രൈന്റെ പരമോന്നത രാഷ്ട്ര ബഹുമതികളിലൊന്നായ ഓർഡർ ഓഫ് ഫ്രീഡം ബുധനാഴ്ച പ്രസിഡന്റ് വോൾഡിമിർ സെലൻസ്കി എലോൺ മസ്കിന് സമ്മാനിച്ചു. വ്യാപാര ചർച്ചകൾ തകർന്നതിനെ തുടർന്ന് $20 ബില്യൺ കനേഡിയൻ ഇറക്കുമതികൾക്ക് ശനിയാഴ്ച ട്രംപ് പുതിയ 50% തീരുവ ഏർപ്പെടുത്തി. ചൊവ്വാഴ്ച കാനഡ പ്രതികാര നടപടിയായി ഏകദേശം $20 ബില്യൺ മൂല്യമുള്ള US വാർഷിക ഇറക്കുമതികൾക്ക് താരിഫ് ഏർപ്പെടുത്തി. AI ഏജന്റുമാർ അവരുടെ നിയന്ത്രിത പരിസ്ഥിതിയിൽ നിന്ന് രക്ഷപ്പെട്ട് പരസ്പരം ഏകോപിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ഓപ്പൺ AI സുരക്ഷാ പരിശോധനയിൽ ഭയാനകമായ വഴിത്തിരിവാണ് ഉണ്ടായത്. ജൂലൈയിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ട ഒരു സംഭവത്തിൽ ഹഗിംഗ് ഫേസ് പ്ലാറ്റ്ഫോമിൽ ഏകദേശം 700 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏജന്റുമാർ അനുമതിയില്ലാതെ ആക്രമണം ഏകോപിപ്പിച്ചതായി ബുധനാഴ്ച ഓഗസ്റ്റ് 26 പുറത്തിറക്കിയ അന്വേഷണത്തിൽ പറയുന്നു.
688 ഓപ്പൺ AI ഏജന്റുമാർ ഒടുവിൽ ഹാക്കിംഗ് പ്രവർത്തനത്തിൽ പങ്കുചേർന്നതായി അന്വേഷകർ വെളിപ്പെടുത്തിയത് ആശങ്കാജനകമാണ്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ കരിമ്പട്ടികയിൽപ്പെടുത്തിയ കപ്പലുകളിൽ 2 ഇന്ത്യൻ ടാങ്കറുകളും ഇന്ത്യൻ പതാകയുള്ള ഒരു LNG ടാങ്കറും എണ്ണ ടാങ്കറുമാണ് ചട്ടങ്ങൾ ലംഘിച്ചെന്നാരോപിച്ച് ഇറാൻ കരിമ്പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നത്. ഇറാന്റെ പട്ടികയിലുള്ള ചില കപ്പലുകൾ ഇന്ത്യയിലേക്ക് ചരക്കെത്തിക്കുന്ന മറ്റ് രാജ്യങ്ങളുടെ പതാകയുള്ള ടാങ്കറുകളാണെന്നും സൂചനയുണ്ട്. ഒരു പാകിസ്ഥാനി ടാങ്കറും ഇറാൻ തയ്യാറാക്കിയ പട്ടികയിലുണ്ട്. ഹോർമുസ് തുറക്കുന്നതിൽ ചർച്ച നടക്കുമ്പോഴാണ് 2 ഇന്ത്യൻ ടാങ്കറുകളടക്കം 50 ചരക്ക് കപ്പൽ ഇറാൻ കടലിടുക്കിൽ കടക്കാൻ അനുമതിയില്ലാത്തവയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.